മേഡത്തിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ്. അഞ്ജലിയുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ. അവളുടെ പേര് അദ്വിക എന്നാണെങ്കിലും ഞങ്ങൾ ലക്ഷ്മിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ നടന്ന് തുടങ്ങാറായിട്ട് ആദ്യമായിട്ട് അവളെ കാണുന്നത് കേട്ടോ. ഹേസും അവളും കുറേ നേരമൊക്കെ കളിച്ച് നിന്നു. പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായിരുന്നു. അപ്പം അഞ്ജലി മനുവും അവളെ നടത്തിക്കൊണ്ട് സ്റ്റേജിലോട്ട് വന്നു. ചെറിയ ചിണുക്കമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ കാത്തുമൊക്കെ വെച്ച് കൊടുത്ത് അവർ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഷെറിലിനെ കണ്ടു കേട്ടോ. ഷെറിൽ എൻ്റെ എക്സ് കൊളീഗാണ്. എൻ്റെ ഭയങ്കര ഒരു കംഫർട്ടബിൾ സോണാണ് അവൾ. ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ റൂബിസിനും ഡോക്ടർ നീത്തിനും റൂബിസിൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. വീട്ടിൽ വന്നപ്പോൾ നല്ല തലവേദന. നല്ലൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു. എത്ര സദ്യ കഴിച്ചാലും എനിക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കുണ്ടത്? അപ്പം നല്ല ചക്കപ്പുഴുക്കും ബീഫ് വരട്ടിയതും മാങ്ങാച്ചാറും, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. വരുന്ന വഴി ഒരു കടയിൽ കളിക്കുടുക്ക കണ്ടപ്പം എനിക്ക് തോന്നി ഹേസുവിന് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. കാരണം ഇപ്പം അധികം പിള്ളേർ അത്ര ഫെമിലിയർ അല്ലല്ലോ. അവൾക്ക് കൊടുത്തു. നല്ല മൂഡല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് മാറ്റി കേട്ടോ. ഈസ്റ്ററിനുള്ള വൈൻ പ്രിപ്പറേഷൻ ആയിരുന്നു ഇന്ന്. ഞാൻ ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം 4 കിലോ ബീട്രൂട്ടിൽ ഞാൻ ലാസ്റ്റ് മിനിറ്റുള്ള പ്രിപ്പറേഷൻ്റെ ചെറിയ വീഡിയോസ് ചെയ്ത് അതൊക്കെ ആക്കി കുറച്ച് ഗോതമ്പൊക്കെ വീര്യം കിട്ടാൻ വേണ്ടി അതൊക്കെ ഇട്ട് ഭരണിയിൽ ഇങ്ങനെ ഒഴിച്ച് നല്ല കെട്ടി മൂടി വെച്ചിട്ടുണ്ട്. 41 ദിവസം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 30-ാം ദിവസമൊക്കെ എടുക്കേണ്ടി വരും. ഞാൻ എന്തായാലും എടുക്കും. അപ്പോൾ ആ വിശേഷം ഞാൻ ആ സമയത്ത് കാണും.